രാവിലെ എണീറ്റ ഉടനെ തന്നെ ദിക്ർ ചൊല്ലി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. കിട്ടാത്തവർ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും ചൊല്ലിയിട്ട് പിന്നെ ആദ്യം എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് പിന്നെ ആദ്യം എന്താ ചെയ്യാ? ദിക്റില്ല പിന്നെ ആദ്യം എന്താ ചെയ്യാ? മൂത്രിക്കാൻ പോലെ അല്ലേ? നമ്മുടെ മൂത്രിക്കലില്ല ആരും. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വഭാവം അങ്ങനെ പെട്ടെന്ന് നമ്മൾ മൂത്രിക്കാം, അല്ലെങ്കിൽ വിസർജന സ്ഥലത്തേക്ക്. ചില ആൾക്കാർ വെള്ളം കുടിക്കാം. എണീറ്റ ഉടനെ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കൈ 3 പ്രാവശ്യം കഴുകണം. ഇത് വുളൂഇന്റെ സുന്നത്തല്ല, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്താണ്. 2 കൈ 3 പ്രാവശ്യം കഴുകണം. 3 പ്രാവശ്യം വായിൽ വെള്ളം കൊപ്പിക്കണം. 3 പ്രാവശ്യം മുഖം കഴുകണം. എന്നിട്ടാണ് ബാത്റൂമിലേക്കും തണ്ടാസിലേക്കും വിസർജന സ്ഥലത്തേക്കൊക്കെ പോകണ്ടേ. എന്തേ അങ്ങനെ പറയാൻ കാരണം? എന്തിനാ ആദ്യം തന്നെ കൈ കഴുകണമെന്ന് പറയാൻ കാരണം? രാത്രി എവിടെയാണ് ഈ 2 കൈകൾ രാപ്പാർത്തത് എന്ന് ഉറങ്ങിയാക്ക് അറിയില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്റെ കൈ എവിടെയോ ഉറപ്പുണ്ടെന്ന് പറയണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു CCTVന്റെ ചെറിയൊരു ക്യാമറ രാവിലെ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോ നിങ്ങൾ പറയും, ഈ നാട്ടിൽ ഏറ്റവും വലിയ സർക്കസ് ഏറെ ഞാൻ തന്നെ എന്ന് പറയും. കാരണം കൈകൊണ്ട് ചൊറിയാത്തൊരു സ്ഥലം ഉണ്ടാവില്ല, കളിക്കാത്തൊരു കളി ഉണ്ടാകൂല. ഏത് വീർക്കുന്നിടത്തും ചൊറിഞ്ഞിട്ടുണ്ടാകും, പേനരിക്കുന്നിടത്തും ആന്തിയിട്ടുണ്ടാകും, കേല ഒലിക്കുന്നത് തുടച്ചിട്ടുണ്ടാകും, എല്ലാം ചെയ്തിട്ടുണ്ടാകും. അസ്പൃശ്യതകൾ നിറഞ്ഞ കൈയാണ്. ആ കൈ കൊണ്ട് മനോഹരം ചെയ്തുകൂടാ. ആ കൈ കഴുകാതെ തന്നെ ആ കൈ കൊണ്ട് വെള്ളമെടുത്ത് മിസ്വാക്ക് നനച്ച് ബ്രഷ് ചെയ്തുകൂടാ. ഇതൊക്കെ ആരോഗ്യ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രം പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, 3 പ്രാവശ്യം കൈ കഴുകണം, 3 പ്രാവശ്യം കൊപ്പിക്കണം, 3 പ്രാവശ്യം മുഖം കഴുകണം. ആ സുന്നത്ത് ശരിക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ശേഷമാണ് നമ്മൾ മൂത്രയിക്കാൻ പോകേണ്ടത്. മുഖം കഴുകാതെ മൂത്രയിക്കാൻ പോയാൽ എന്താകും? നമ്മളെ നാട്ടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് വാതിലൊക്കെ അടച്ചിട്ടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂർക്കം വലി അവിടുന്ന് കേൾക്കും. മൂത്രയിക്കാതിരിക്കുന്നിടത്ത് അവിടുന്ന് ഉറങ്ങുന്നുണ്ടാവും. അവിടുന്ന് എങ്ങാനും ഉറങ്ങിയാൽ ഒരു തുള്ളി മൂത്രത്തിൽ തന്നെ എത്ര അണുക്കളാണുള്ളത്. അതങ്ങനെ തന്നെ വലിച്ചു കയറ്റി നേരെ തലച്ചോറിലേക്ക് കൂർക്കം വലിന്റെ വലിയിൽ അങ്ങനെ കയറിപ്പോകും. അപ്പൊ അവിടെ നല്ല തെളിവോടെ ഇരിക്കണം. മറ്റൊന്ന് നജസ് എവിടൊക്കെ ആയി എന്നൊരു വൃത്തം ഉണ്ടാവൂല. മുഖം കഴുകാതെ പോയിരുന്നാൽ മൂത്രമൊഴിച്ചത് എവിടൊക്കെ ആയി, എവിടൊക്കെ കഴുകി ഒരു വൃത്തം ഉണ്ടാവില്ല. അപ്പൊ നല്ല ഉണർവ്